പ്രിയപ്പെട്ട അതിഥി, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, ദിവസവും മിണ്ടിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തിലെ ഓരോ മഴയും വെയിലും പങ്കുവയ്ക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോകുന്നത് ഒരാളെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് മറ്റാരേക്കാളും നിനക്ക് നന്നായി അറിയാം. എന്നിട്ടും അതേ നീ തന്നെ എന്നോട് എന്തിനത് തിരിച്ചു ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിന്റെ തീരുമാനങ്ങളെ, തിരഞ്ഞെടുപ്പുകളെ ഞാൻ എന്റേതെന്ന പോലെ ബഹുമാനിക്കുന്നുണ്ട്. എങ്കിലും ആദർശങ്ങളുടെ എത്ര വലിയ ആകാശമുള്ളവരായാലും എവിടെയെങ്കിലുമൊക്കെ ചില കാർമേഘങ്ങൾ കാണും. ആ കാർമേഘങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ മഴയായി പെയ്തു. ആ മഴയിലേക്ക് എന്റെ ജനൽപ്പാളികൾ മലർക്കെ തുറന്നിട്ട് ഞാൻ നീ എനിക്കായി എഴുതിയ 1000 കത്തുകൾക്ക് ആദ്യം മറുപടി എഴുതുകയാണ്. എനിക്കും നിനക്കുമെല്ലാം ജീവിതത്തിൽ ഏറ്റവും ആവശ്യം കേൾക്കാൻ ഒരാളെയാണ്. നീ എന്നിൽ തേടിയതും അത് തന്നെയാണ്. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോ ചിലർ അവരോട് തന്നെ ഉറക്കെ സംസാരിക്കും. നമ്മൾ അവരെ ഭ്രാന്തരെന്ന് വിളിക്കും. മറ്റു ചിലർ പുറമെ നിശബ്ദരായി നീ എനിക്കെഴുതുന്ന പോലെ സ്വകാര്യമായ ചില ഭ്രാന്തുകൾ കൊണ്ട് നടക്കും. അതിഥി, കുറെയൊക്കെ എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്ന ഈ ഭ്രാന്ത് അവസാനിപ്പിച്ച് നീ മുന്നോട്ട് നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് വേണ്ടി കത്തുകൾ എഴുതുന്ന ആ പെൺകുട്ടിയെ ഞാൻ ഓർക്കാറുണ്ട്. അവളുടെ ഒരു കത്തിന് വേണ്ടി കൊതിക്കാറുണ്ട്. നീ എന്നെ മറന്നുപോയാലും ഒരിക്കലും വെറുത്ത് കാണില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിനക്ക് വേണ്ടപ്പോൾ ഒരിക്കൽ പോലും നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയൊരുവൻ അതർഹിക്കൊന്നുമില്ല. എങ്കിലും മുൻപെവിടെയോ വായിച്ച പോലെ കാലത്തിന്റെ ജാതകത്തിൽ നമുക്കെല്ലാം ആയുസ് കുറയുകയാണല്ലോ. നല്ല കൈയക്ഷരവും ഭാഷയും നഷ്ടമാവാതിരിക്കാനെങ്കിലും ഡയറിയിൽ വല്ലപ്പോഴും എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറിച്ചു വെക്കുക. ഒരുപാട് സ്നേഹത്തോടെ, നിന്റെ മഹാദേവ്.